ലോകമെമ്പാടുമുള്ള ദരിദ്ര രാജ്യങ്ങളിൽ സൗജന്യമായും കുറഞ്ഞ നിരക്കിലും ആരോഗ്യ സേവനം എത്തിക്കുന്ന രാജ്യമാണ് ക്യൂബ. ക്യൂബയുടെ വിഖ്യാതമായ ഗ്ലോബൽ മെഡിക്കൽ മിഷനുകൾ ഇത്തരത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു സംവിധാനവുമാണ്. എന്നാൽ ക്യൂബയുടെ ഗ്ലോബൽ മെഡിക്കൽ മിഷനുകൾ ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഈ മിഷന്റെ പ്രവർത്തനങ്ങളെ സമ്മർദ്ദത്തിലാക്കി അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗോട്ടിമാല പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ക്യൂബൻ ഡോക്ടർമാരെ പുറത്താക്കാൻ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരമൊരു നീക്കം നടത്തുന്നത്? ഇതെങ്ങനെയാണ് ക്യൂബയുടെ ഡോക്ടർമാർ ഇടപെടുന്ന മേഖലകളിലെ ആരോഗ്യരംഗത്തെ ബാധിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ക്യൂബൻ വിപ്ലവത്തിനു ശേഷം 1960കളിലാണ് ക്യൂബയുടെ വിഖ്യാതമായ മെഡിക്കൽ മിഷനുകളുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1960ൽ ചിലിയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് അവിടേക്ക് ഒരു മെഡിക്കൽ സംഘത്തെ അയച്ചുകൊണ്ടാണ് ഈ സേവനത്തിന് തുടക്കമിട്ടത്. എന്നാൽ 1963ൽ അൾജീരിയയിലേക്ക് 50 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെ അയച്ചതാണ് ക്യൂബയുടെ ആദ്യത്തെ ഔദ്യോഗികവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ അന്താരാഷ്ട്ര ദൗത്യമായി കണക്കാക്കപ്പെടുന്നത്. വിദേശ ഭരണത്തിൽ നിന്ന് മോചനം നേടിയ അൾജീരിയയിൽ അന്ന് ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമമുണ്ടായിരുന്നു. അവിടുത്തെ ആരോഗ്യരംഗത്തെ സഹായിക്കാനാണ് ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള ക്യൂബൻ സർക്കാർ ഈ സുപ്രധാന തീരുമാനമെടുത്തത്. ഈ മിഷനുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2005ൽ രൂപീകരിച്ച ഹെൻറി റീവ് ഇന്റർനാഷണൽ കണ്ടിജന്റ്. അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പകർച്ചവ്യാധി സമയങ്ങളിലും ലോകത്തെവിടെയും അതിവേഗം സേവനം എത്തിക്കുന്നതിനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗമാണിത്. അമേരിക്കയിലെ കത്രീന ചുഴലിക്കാറ്റ് ബാധിതരെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാണ് ഇത് രൂപീകരിച്ചതെങ്കിലും അമേരിക്ക അന്ന് ആ സഹായം നിരസിക്കുകയായിരുന്നു. എങ്കിലും പാകിസ്ഥാനിലെ ഭൂകമ്പം മുതൽ ആഫ്രിക്കയിലെ എബോള പ്രതിരോധം വരെ ലോകത്തെ പല നിർണായക ഘട്ടങ്ങളിലും ഈ ബ്രിഗേഡ് സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ക്യൂബൻ ഡോക്ടർമാർ പ്രധാനമായും പ്രവർത്തിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ പ്രാദേശിക ഡോക്ടർമാർ പോകാൻ മടിക്കുന്ന ദുർഘടമായ ഉൾനാടൻ ഗ്രാമങ്ങളിലും ആമസോൺ വനമേഖലകളിലുമാണ്. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ദരിദ്ര രാജ്യങ്ങളിൽ ആരോഗ്യ സൗകര്യങ്ങൾ ഒട്ടും ലഭിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഇവർ വലിയൊരു ആശ്രയമാണ്. ഓപ്പറേഷൻ മിറക്കിൾ പോലുള്ള പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് ദരിദ്രരായ ആളുകൾക്ക് കാഴ്ചശക്തി തിരിച്ചു നൽകാൻ ക്യൂബക്ക് സാധിച്ചു. ഇതിനു പുറമെ COVID-19 മഹാമാരിയുടെ സമയത്ത് ഇറ്റലി പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ക്യൂബൻ ആരോഗ്യ പ്രവർത്തകർ സേവനം നൽകിയിട്ടുണ്ട്. നിലവിൽ ഗോട്ടിമാലയിൽ പ്രവർത്തിക്കുന്ന ക്യൂബൻ മെഡിക്കൽ സംഘത്തെ സമ്മർദ്ദത്തിലൂടെ പുറത്താക്കാനാണ് US ശ്രമിക്കുന്നത്. 1998ൽ മിച്ച് എന്ന അതിശക്തമായ ചുഴലിക്കാറ്റ് ഗോട്ടിമാലയെ തകർത്തെറിഞ്ഞപ്പോഴാണ് ക്യൂബൻ ഡോക്ടർമാർ ആദ്യമായി അവിടെ എത്തുന്നത്. അന്നു മുതൽ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഗോട്ടിമാലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ അവിടുത്തെ പ്രാദേശിക ഡോക്ടർമാർ പോലും പോകാൻ മടിക്കുന്ന ഇടങ്ങളിൽ ക്യൂബൻ സംഘം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഏകദേശം 160ഓളം ക്യൂബൻ ആരോഗ്യ പ്രവർത്തകരാണ് നിലവിൽ അവിടെയുള്ളത്. എന്നാൽ ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കാരണം ഈ ദീർഘകാല സഹകരണം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ക്യൂബയും ഗോട്ടിമാലയും. പ്രധാനമായും 2 ആരോപണങ്ങളാണ് അമേരിക്ക ഈ മിഷനുകൾക്കെതിരെ ഉയർത്തുന്നത്. ഒന്ന്, ഇത് ക്യൂബൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു തരം നിർബന്ധിത തൊഴിൽ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് ആണെന്നാണ്. ഡോക്ടർമാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ വലിയൊരു ശതമാനം ക്യൂബൻ സർക്കാർ കൈക്കലാക്കുന്നു എന്നതാണ് ഇതിന് കാരണമായി അവർ പറയുന്നത്. രണ്ടാമതായി, ഇതൊരു രാഷ്ട്രീയ ആയുധമാണെന്നും അമേരിക്ക ആരോപിക്കുന്നു. ക്യൂബ തങ്ങളുടെ ഡോക്ടർ നയതന്ത്രം വഴി ലോകരാജ്യങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് തടയാൻ ഇത്തരം സേവനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇനി ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കിയാൽ ക്യൂബയെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിക്കൽ മിഷനുകൾ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. വിനോദസഞ്ചാര മേഖല കഴിഞ്ഞാൽ ക്യൂബയ്ക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ലഭിക്കുന്നത് ഈ സേവനങ്ങളിലൂടെയാണ്. നിലവിൽ ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇന്ധനക്ഷാമവും കടുത്ത വൈദ്യുതി തടസ്സവും കാരണം രാജ്യം വലയുകയാണ്. വെനസ്വേലയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന എണ്ണയുടെ അളവ് കുറഞ്ഞതും സ്ഥിതി വഷളാക്കി. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ മിഷനുകളെ തകർക്കുന്നതിലൂടെ ക്യൂബൻ ഗവൺമെന്റിനെ സാമ്പത്തികമായി പാപ്പരാക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അമേരിക്കക്കുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ യഥാർത്ഥത്തിൽ ബലിയാടാകുന്നത് ഈ മെഡിക്കൽ മിഷനുകളുടെ സേവനം സ്വീകരിച്ചിരുന്ന വിവിധ രാജ്യങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഗോട്ടിമാലയിലെ കാര്യമെടുത്താൽ അവിടുത്തെ പുതിയ സർക്കാർ അമേരിക്കയുമായി കൂടുതൽ നയതന്ത്ര ബന്ധം ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഈ സമ്മർദ്ദത്തിൽ വഴങ്ങി ഇവർ ക്യൂബൻ ഡോക്ടർമാരുമായുള്ള കരാർ റദ്ദാക്കാൻ നിർബന്ധിതരാകുകയാണ്. ഗോട്ടിമാലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ചികിത്സകളും സർജറികളും നൽകുന്നതിൽ ക്യൂബൻ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഈ ഡോക്ടർമാർ മടങ്ങുന്നതോടെ ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ സംവിധാനം തകരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.